ഇന്ന് നമുക്ക് ശുഭം എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു കടലോര ഗ്രാമം. ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് രാത്രി 9 മണിയായാൽ സ്വഭാവം മാറുന്നു. 9 മണിക്കൊരു സീരിയൽ തുടങ്ങും. ആ സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രേതബാധ ഏറ്റതുപോലെയാ. ആ സീരിയലിന് അവർ അഡിക്റ്റ് ആണ്. പുതുതായി വിവാഹം കഴിച്ച നായകന്റെ ഭാര്യയും 9 മണിക്ക് സീരിയൽ ആരംഭിച്ചാൽ പ്രേതബാധ ഏറ്റതുപോലെ സീരിയലിന് മുന്നിലെത്തും. ആരെങ്കിലും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആളിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അതിനും വേണ്ടി ആ സീരിയലിൽ എന്താണുള്ളത്? ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത്? സീരിയൽ ഭ്രാന്തിൽ നിന്നും പുറത്തവർ വന്നോ? അതിനു പിന്നിൽ അമാനുഷിക ശക്തികൾ വല്ലതുമുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ രമേശ് എന്ന പയ്യന്റെ വീടാണ് കാണിക്കുന്നത്. ഈ രമേശിന്റെ അമ്മയാണെങ്കിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്ന അവസ്ഥയാണ്. രമേശിന്റെ ഭാര്യ തുളസി വെള്ളം കൊണ്ടുവന്ന് രമേശിന് കൊടുത്തിട്ട് അമ്മയ്ക്കത് കൊടുക്കുവാനായും പറഞ്ഞു. രമേശ് ആണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുകയാണ്. എത്രയായാലും അവന്റെ അമ്മയല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ടെൻഷനാണ് രമേശിന്. എന്നാൽ അമ്മയാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് മുൻപായിട്ട് ടിവിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അമ്മ എന്തിനാണ് ഇങ്ങനെ ടിവിയിൽ നോക്കി നിൽക്കുന്നതെന്ന് രമേശിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. എന്തെന്നാൽ 9 മണിയാകുന്ന സമയത്ത് ഒരു സീരിയൽ തുടങ്ങും. ആ സീരിയലിന് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ നോക്കി നിൽക്കുന്നതും. ഉടനെ തന്നെ രമേശിന്റെ ഭാര്യ TV ഇട്ട് കൊടുക്കുകയാണ്. ആ സീരിയലും തുടങ്ങുന്നു. ആ നാട്ടിലെ സ്ത്രീകളെല്ലാം ആ ഒരു സീരിയലിന് അഡിക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. 9 മണിയാകുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും ആ ഒരു സീരിയൽ കാണുവാനായിട്ട് വന്നിരിക്കും. അതുപോലെ തന്നെ TV ഓണാക്കിയതും സുഖമില്ലാതെ കിടപ്പിലായിരുന്ന രമേശിന്റെ അമ്മ ചാടി എഴുന്നേറ്റ് TV കാണുവാനായിട്ട് ഇരിക്കുകയാണ്. അതിൽ നായിക പാവവും നായകൻ കുറച്ച് ഭയങ്കരനുമാണ്. നായകന്റെ സ്വഭാവമൊന്നും രമേശിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാകുന്നില്ല. വയ്യാതെ കിടന്ന അമ്മ ചാടി എഴുന്നേറ്റ് ആ നായകനെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് കഥാനായകനായ ശ്രീനിവാസിനെയാണ്. ഈ ശ്രീനിവാസ് ആ നാട്ടിൽ തന്നെ ലോക്കൽ TV ചാനലൊക്കെ നടത്തുകയാണ്. മാത്രമല്ല കേബിൾ TV കണക്ഷനൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾ കൂടിയാണ് ശ്രീനിവാസ്. ശ്രീനിവാസിന് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, വെങ്കടേഷും ഷാജഹാനും. ഈ വെങ്കടേഷിന്റെയും ഷാജഹാന്റെയും സ്വഭാവം ഏകദേശം ഒരുപോലെയാ. എന്തെന്നാൽ വെങ്കടേഷ് കല്യാണം കഴിച്ചതാണ്. ഗായത്രി എന്നാണ് വൈഫിന്റെ പേര്. വെങ്കടേഷ് ഭാര്യയെ അടിമയായിട്ട് കാണുന്ന ഒരു സ്വഭാവക്കാരനാണ്. താൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഭാര്യ അപ്പോൾ തന്നെ കൺമുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കണം. താൻ പറയുന്നതിനപ്പുറം ഭാര്യ പോകരുത്. അങ്ങനെയാണ് വെങ്കടേഷ് ചിന്തിക്കുന്നതും. കൂട്ടുകാരോട് ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കും. എന്നാൽ ഭാര്യയുടെ അടുത്ത് വന്നാൽ വെങ്കടേഷിന്റെ സ്വഭാവമേ മാറും. എപ്പോഴും ദേഷ്യമാണ്, ഒന്ന് ചിരിക്കത്ത് പോലുമില്ല. അതുപോലെ തന്നെയാണ് ഷാജഹാനും. ഷാജഹാന്റെ ഭാര്യയുടെ പേരാണ് ഫരീദ. ഈ ഷാജഹാൻ ആണെങ്കിൽ പലചരക്ക് കട നടത്തുകയാണ്. വെങ്കടേഷ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഷാജഹാന്റെ സ്വഭാവം. ഫരീദയെ അടിമയെ പോലെയാണ് ഷാജഹാനും കാണുന്നത്. ശ്രീനിവാസ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ശ്രീനിവാസിന് വേണ്ടിയിട്ട് വീട്ടുകാരൊരു പെണ്ണ് ആലോചിച്ചു. പെണ്ണ് കാണുവാനായിട്ട് ശ്രീനിവാസിനെയും കൂട്ടി അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ പേരാണ് ശ്രീവല്ലി. ഈ ശ്രീവല്ലിക്ക് ബാങ്കിൽ ജോലിയുണ്ട്. അങ്ങനെ പെണ്ണ് കാണാനായി എത്തിയ ശ്രീനിവാസ് ആണെങ്കിൽ ശ്രീവല്ലിയുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നതിലൂടെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. ഒടുവിൽ വിവാഹാലോചന ഏകദേശം ഓക്കെ ആവുകയാണ്. ശ്രീനിവാസിന് ശ്രീവല്ലിയെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ ശ്രീനിവാസിന്റെ അമ്മ പറയുന്നത്, എടാ ആ പെൺകുട്ടി ജോലിക്ക് പോണ പെൺകുട്ടിയല്ലേ, അവളെ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ശ്രീനിവാസ് പറയുന്നത്, അമ്മ ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോണ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് തന്നെ ഭാഗ്യമാ. അങ്ങനെയുള്ള പെൺകുട്ടികളെയും കിട്ടാൻ പാടാണെന്നും ശ്രീനിവാസ് പറയുന്നു. എന്നാൽ ശ്രീനിവാസിന്റെ കൂട്ടുകാരാണെങ്കിൽ ശ്രീനിവാസിനെ ഉപദേശിക്കുകയാണ്. വെങ്കടേഷും ഷാജഹാനും പറയുന്നത്, നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും നീ ഒരു ആൽഫ മെയിലായിരിക്കണം. നീ അവളെ വരച്ച വരയിൽ നിർത്തണം. നീ പറയുന്ന എന്ത് കാര്യങ്ങളും നിന്റെ ഭാര്യ അപ്പോൾ നിനക്ക് സാധിച്ചു തരണം. അല്ലാതെ നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അവരെ നമ്മുടെ വരുതിക്ക് തന്നെ നിർത്തണമെന്നും ഷാജഹാനും വെങ്കടേഷും പറയുന്നു. അത് കേട്ട് ശ്രീനിവാസ് ചോദിക്കുന്നത്, എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ഹാപ്പി ആണല്ലോ, പിന്നെ നിങ്ങൾ എന്താ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് അങ്ങനെ ആവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പറയുന്ന മറുപടി എന്തെന്നാൽ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവളുമാരെ തലേ കയറി നിന്ന് നിരങ്ങുമെന്ന മട്ടിലാണ് ശ്രീനിവാസിനെ അവർ ഉപദേശിക്കുന്നത്. അങ്ങനെ ശ്രീവല്ലിയുടെയും ശ്രീനിവാസിന്റെയും വിവാഹം മംഗളകരമായിട്ട് കഴിഞ്ഞു. രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നതും. അവരുടെ ആദ്യ രാത്രി ശ്രീനിവാസും ശ്രീവല്ലിയും അവരുടെ റൂമിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം 9 മണിയായതും ശ്രീവല്ലിയുടെ സ്വഭാവം മാറുവാനായി തുടങ്ങി. എന്തെന്നാൽ ഒരു സീരിയലിന് ആ ഒരു ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം അഡിക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ആ സീരിയൽ തുടങ്ങുന്ന സമയമായി. ഉടനെ തന്നെ ശ്രീവല്ലി 9 മണിയായതും പോയി TV ഓണാക്കി
ടിവിയുടെ മുന്നിലിരിക്കുവാനായും തുടങ്ങി. സീരിയലും ആരംഭിച്ചു. സീരിയൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരെന്ത് ചോദിച്ചാലും ശ്രീവല്ലി ഒന്നും മിണ്ടത്തേയില്ല. ടിവിയുടെ മുന്നിൽ തന്നെ അത് ലയിച്ചിരിക്കും. അത് കാണുന്ന ശ്രീനിവാസ് ഇവൾക്ക് സീരിയൽ ഭ്രാന്തങ്ങാണ്ടെയാണെന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുകയാണ് ശ്രീനിവാസ്. അതുപോലെ തന്നെ ശ്രീവല്ലിയും ഉറക്കമുണർന്ന് അടുക്കളയിലേക്ക് ചെന്നു. ശ്രീനിവാസിന്റെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. അമ്മേ, എനിക്കും വിശക്കുന്നു, ഞാനും ഫുഡ് എടുത്ത് കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡ് എടുത്ത് കഴിക്കുവാനായും തുടങ്ങി. എന്നാൽ ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് അതത്ര ഇഷ്ടമായതേയില്ല. അവൾ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന പരാതിയാണ് അമ്മയ്ക്കും. അത് ശ്രീനിവാസിനോട് വന്ന് പറയുന്നു. ശ്രീനിവാസും ശ്രീവല്ലിയും ഒരുമിച്ചാണ് ജോലിക്കായി പോകുന്നതും. അവളെ ഓഫീസിൽ കൊണ്ടുവന്നാക്കിയിട്ട് ശ്രീനിവാസും തന്റെ ഷോപ്പിലേക്ക് വരുന്നു. അതേസമയമായിരുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ശ്രീനിവാസ് അറിയുന്നതും. അവന്റെ കടയ്ക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച രമേശ് ഇല്ലേ, ആ രമേശ് ഇപ്പോൾ ശ്രീനിവാസിന്റെ കടയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് രമേശ് ഡിഷിന്റെ കട ആരംഭിച്ചിരിക്കുന്നു. എന്നിട്ട് ജനങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ഇനി നിങ്ങൾ കേബിൾ കണക്ഷൻ ഒന്നും എടുത്ത് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾക്ക് എല്ലാ ചാനലും നല്ല HD ദൃശ്യ മികവിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ എല്ലാവരെയും കയ്യിലെടുക്കുവാനായും ശ്രമിക്കുന്നു. അത് കാണുന്ന ശ്രീനിവാസിന് വല്ലാതെ ദേഷ്യം വരും. കാരണം അവന്റെ കച്ചവടത്തില് മണ്ണുവാരിയിടും പോലെയാണല്ലോ രമേശിന്റെ പ്രവൃത്തിയും. ശ്രീനിവാസ് അത് ചോദിക്കുവാനായി അവിടേക്ക് ചെല്ലുന്ന സമയം തന്നെ ശ്രീനിവാസിന് മുൻപേ തന്നെ ശ്രീവല്ലി എത്തിയിരുന്നു. ശ്രീവല്ലിയാണെങ്കിൽ രമേശിനെ ഒരുപാട് വഴക്ക് പറയും. നീ എന്താണ് എന്റെ ഭർത്താവിനോട് കാണിക്കുന്നത്? എന്റെ ഭർത്താവിന്റെ കച്ചവടം പൂട്ടാനാണോ നീ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രമേശിനെ വിരട്ടിയിട്ടാണ് ശ്രീവല്ലി അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം കാണുന്നതും ശ്രീനിവാസിന് ഒരുപാട് സന്തോഷമായി. കാരണം ശ്രീനിവാസിനൊരു പ്രശ്നം വന്നപ്പോൾ അവിടെ സംസാരിക്കുവാനായിട്ട് ശ്രീവല്ലിയും എത്തിയല്ലോ. അങ്ങനെ അന്നേ ദിവസം രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നതും. അന്നേ ദിവസം രാത്രിയും ഒരുപാട് പ്രതീക്ഷകളോടെ തന്റെ ഫസ്റ്റ് നൈറ്റ് അന്ന് നടന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ശ്രീനിവാസും റൂമിലേക്ക് എത്തി. ശ്രീവല്ലിയും റൂമിലെത്തുകയാണ്. അപ്പോഴാണ് 9 മണിയായതും. 9 മണിയായതും ശ്രീവല്ലിയുടെ സ്വഭാവം മാറി. അവൾ ഉടനെ തന്നെ ആ ഒരു ടിവിയുടെ മുന്നിൽ പോയിരുന്നു. സീരിയലും ആരംഭിച്ചു. സീരിയൽ ആരംഭിച്ചതും അവൾ അതിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അവളുടെ പെരുമാറ്റവും വളരെ വിചിത്രമായിരുന്നു. ഉടനെ തന്നെ ശ്രീനിവാസ് പോയി TV ഓഫ് ചെയ്ത് കളയും. അതോടുകൂടി ശ്രീവല്ലിയുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ടായി. എന്തെന്നാൽ അവൾ ഒരു പ്രേതത്തെ പോലെയായി മാറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കട്ടില് ഒരു കൈ കൊണ്ട് തള്ളി മാറ്റിയിട്ട് TV ഓണാക്കുവാനായി പറഞ്ഞു. അത് കണ്ടതും ശ്രീനിവാസ് പേടിച്ചു പോയി. അവൻ ഉടനെ തന്നെ TV ഓണാക്കി കൊടുക്കുകയും ചെയ്തു. പ്രേതബാധ ഏറ്റതുപോലെയാണ് ശ്രീവല്ലിയുടെ പെരുമാറ്റം. അത് കണ്ട് ശ്രീനിവാസ് പേടിച്ചു. ശ്രീനിവാസ് ഈ കാര്യം തന്റെ കൂട്ടുകാരോട് പറയും. എന്നാൽ ഷാജഹാൻ അത് കേട്ട് പറയുന്നത്, എന്റെ വീട്ടിലും ഇതുപോലെ തന്നെയാ. എന്റെ ഭാര്യയും ആ സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമാണ്. അവളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന കാര്യം ഷാജഹാൻ പറയുന്നു. എന്നാൽ അത് കേട്ട് വെങ്കടേഷ് പറയുന്നത്, എന്റെ വീട്ടിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. എന്റെ ഭാര്യ ഞാൻ പറയുന്നതിന് അപ്പുറം പോകത്തില്ല. അവളെ അങ്ങനെയാ ഞാൻ നിർത്തിയിരിക്കുന്നതെന്നും വെങ്കടേഷ് പറയുന്നു. അത് കേട്ട് ശ്രീനിവാസൻ ചോദിക്കുന്നത്, നീയാണെങ്കിൽ എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്? അത് ഞാൻ നൈറ്റാ ഡ്യൂട്ടിക്ക് പോകുന്നത്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ ഇനി മുതൽ പകല് ഡ്യൂട്ടിക്ക് പോ, എന്നിട്ട് നൈറ്റ് ഒരു ദിവസം നിന്റെ വീട്ടിൽ നിന്ന് നോക്കുവാനായിട്ടും ശ്രീനിവാസ് പറയുന്നു. കൂട്ടുകാർ പറഞ്ഞതുപോലെ ഒരിക്കൽ രാത്രി വെങ്കടേഷ് വീട്ടിൽ നിൽക്കുകയാണ്. വെങ്കടേഷിന്റെ കാര്യങ്ങളെല്ലാം ഗായത്രി നന്നായിട്ടാണ് നോക്കുന്നതും. അവന് ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നു. അതെല്ലാം കാണുമ്പോൾ വെങ്കടേഷും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് കള്ളമാണോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതും. എന്നാൽ 9 മണിയായതും ഗായത്രിയുടെ സ്വഭാവം മാറി. അവളൊരു പ്രേതത്തെ പോലെ തന്നെ TVയുടെ മുന്നിലേക്ക് ചെന്നിരിക്കുകയാണ്. അതും 9 മണിക്കുള്ള ആ ഒരു സീരിയൽ കാണുന്നതിന് വേണ്ടിയിട്ട്. സീരിയൽ തുടങ്ങുന്നതും അവളാണെങ്കിൽ മറ്റൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഒരു പ്രേതത്തെ പോലെ, പ്രേതബാധ ഏറ്റതുപോലെ തന്നെ TVയിലേക്ക് നോക്കിയിരിക്കുന്നു. അത് കണ്ടതും വെങ്കടേഷിനും ശ്രീനിവാസും ഷാജഹാനും പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ വെങ്കടേഷ് അവരോട് ചെന്ന് വിവരം പറയുന്നു. അങ്ങനെ 3 പേരുടെയും അവസ്ഥ ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്തതുപോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ 3 പേരും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച, ആ ഗ്രാമത്തിലുള്ള എല്ലാ ആണുങ്ങളും 9 മണിയായപ്പോൾ വീടിന് പുറത്തിരിക്കുന്നതാണ്. കാരണം ആ വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ സ്ത്രീകളും 9 മണിയാകുന്ന സമയത്ത് പ്രേതബാധ ഏറ്റതുപോലെ TVയുടെ മുന്നിൽ ചെന്നിരിക്കും. അപ്പോൾ ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനുമെല്ലാം ചർച്ച ചെയ്യും. ആ ഒരു സീരിയൽ തുടങ്ങുമ്പോൾ മാത്രം ഇവരെല്ലാവരും എന്താ ഇങ്ങനെ, ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്, അത് കണ്ടുപിടിക്കണമെന്നും അവർ തീരുമാനിക്കുന്നു. പ്രേതബാധ ഏറ്റതുപോലെയാണല്ലോ സ്ത്രീകളുടെയൊക്കെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള മായ എന്ന മന്ത്രവാദിനിയുടെ അടുത്തേക്ക് എത്തുകയാണ് ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും.
മായയ്ക്ക് ഇവരെ 3 പേരെയും കണ്ടപ്പോഴേക്കും ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അവർ 3 പേരും മായയോട് ചോദിക്കുമ്പോൾ, ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ, അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 പേരുടെയും കയ്യിൽ 3 ലോഷൻ കൊടുക്കുന്നു. എന്നിട്ട് പറയും, നിങ്ങളുടെ ഭാര്യമാരുടെ മുടി അറുത്തിട്ട് ഈ ലോഷൻ അകത്തിടണം, അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും മായ പറയുന്നു. അതനുസരിച്ച് ലോഷനും വാങ്ങി 3 പേരും വീട്ടിലേക്ക് പോയി. കറക്റ്റ് 9 മണിയായി. 9 മണിയാകുന്ന സമയത്ത് ഭാര്യമാരെല്ലാം ടിവിയുടെ മുന്നിൽ എത്തുമല്ലോ. ആ സമയത്ത് എന്ത് ചെയ്താലും അവർ ആ ടിവിയുടെ മുന്നിൽ നിന്ന് മാറത്തേയില്ല. എന്ത് നടന്നാലും അവർ അറിയത്ത് പോലുമില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ടിവിയുടെ മുന്നിലിരിക്കുന്ന ഭാര്യമാർക്കടുത്തേക്ക് ലോഷനുമായി എത്തുകയാണ് 3 പേരും. എന്നിട്ട് അവരറിയാതെ അവരുടെ മുടി കട്ട് ചെയ്തെടുത്ത് ലോഷനിലേക്കിടും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് 3 പേർക്ക് മനസ്സിലായത്. 3 ഭാര്യമാരുടെയും ദേഹത്ത് 3 ഭർത്താക്കന്മാരുടെയും മരിച്ചുപോയ മുത്തശ്ശിമാരുടെ ആത്മാവാണ് കൂടിയിരിക്കുന്നതെന്നും അതിൽ നിന്ന് മനസ്സിലായി. ഈ മുത്തശ്ശിമാർ മരിക്കുന്ന സമയത്ത് ആ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കവെയാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ സീരിയൽ പിന്നീട് അങ്ങോട്ട് എന്തായെന്നൊന്നും മുത്തശ്ശിമാർക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ആ സീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 3 പെൺകുട്ടികളുടെയും ദേഹത്ത് വന്ന് കൂടിയിരിക്കുന്നത്. ആ പെൺകുട്ടികളിലൂടെയാണ് പിന്നീട് സീരിയലിലെ എപ്പിസോഡെല്ലാം മുത്തശ്ശിമാരുടെ ആത്മാവ് കാണുന്നതും. അതെല്ലാം മനസ്സിലാക്കിയ ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും ഇനി എന്ത് ചെയ്യും, ഇതിനെന്താണൊരു വഴിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ചായക്കടയ്ക്ക് മുന്നിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരാളാണെങ്കിൽ ചരടും വിറ്റുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ, ഈ ചരട് കെട്ടിയാൽ മതിയെന്ന് പറയും. അത് കേട്ടതും 3 സംഘം പോയി ആ ചരട് വാങ്ങി കയ്യിൽ കെട്ടുന്നു. അതേ സമയത്തായിരുന്നു അടുത്തുള്ള കടയിലെ ടിവിയിലൂടെ ഒരു കാര്യം അവർ കേൾക്കുന്നതും. അതും ആ ഒരു 9 മണി സീരിയലിന്റെ പരസ്യമായിരുന്നു. ഇന്നാണ് ആ സീരിയലിന്റെ ക്ലൈമാക്സ്, ഇന്നുകൊണ്ടെല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്നായിരുന്നു പരസ്യം. അത് കേട്ടതും 3 പേർക്കും സമാധാനമായി. സീരിയലിന്റെ ക്ലൈമാക്സ് കാണുന്നതോടുകൂടി തങ്ങളുടെ ഭാര്യമാരുടെ ദേഹം വിട്ട് ആത്മാക്കൾ പുറത്തു പോകുമല്ലോ എന്ന സമാധാനത്തിലാണ് 3 ഭർത്താക്കന്മാരും. അങ്ങനെ രാത്രിയായി. സീരിയൽ ആരംഭിച്ചു. 3 ഭാര്യമാരും സീരിയൽ കാണുവാനായി വന്നിരിക്കുകയാണ്. ക്ലൈമാക്സ് നടക്കുകയാണ്. സീരിയലിൽ എന്തെന്നാൽ ആ ഒരു സീരിയലിലെ പെൺകുട്ടിയുടെ ഭർത്താവാണെങ്കിൽ കുറച്ച് ക്രൂരനാണെന്ന് പറഞ്ഞല്ലോ. അവനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ നന്മയെല്ലാം മനസ്സിലാക്കി അവളോട് നല്ല സ്നേഹത്തിൽ പെരുമാറുകയാണ്. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സീരിയൽ അവസാനിക്കുന്നതും. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർന്നു. സീരിയൽ ഭ്രാന്ത് അവസാനിച്ചു എന്ന് 3 സംഘം കരുതിയെടുത്താണ് വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്തെന്നാൽ സീരിയലിന് ഇനി 2ാം പാർട്ടുണ്ടെന്ന് അവർ അവതരിപ്പിച്ചു. അതോടുകൂടി ആത്മാക്കൾ വിട്ടുപോകുമോ? ഇല്ല. എന്നാൽ 2nd പാർട്ടിലാണെങ്കിൽ കാണിക്കുന്നത് ആ ഒരു ഭർത്താവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അയാളുടെ സ്വഭാവമാണെങ്കിൽ വീണ്ടും പഴയ പടുതിയായി. ഭാര്യയെ ഒരുപാട് ടോർച്ചർ ചെയ്യുവാനായി തുടങ്ങി. അതെല്ലാം കാണുന്ന സ്ത്രീകൾക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭർത്താക്കന്മാരെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. അതൊന്നും സഹിക്കാനാകാതെ 3 സംഘവും ഇനി എന്താ ചെയ്യുക എന്ന് വീണ്ടും ചിന്തിക്കും. വീണ്ടും അവർക്ക് മായയെ പറ്റി ഓർമ്മ വരുന്നു. മായയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താനായി പറ്റുമെങ്കിലോ എന്ന് ചിന്തിച്ച് ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ടാണ് മായയുടെ അടുത്തേക്ക് ഇവർ പോകുന്നത്. ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്തി തരണമെന്ന് 3 സംഘം മായയോട് പറയുമ്പോൾ മായ പറയുന്നത്, ഇനി വരാൻ പോകുന്നത് ചിത്ര പൗർണമിയാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഭാര്യമാരുടെ ദേഹത്തുള്ള ആത്മാക്കൾക്ക് ശക്തി പ്രാപിക്കും. പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ലെന്നും മായ പറയുന്നു. അത് കേട്ട് 3 സംഘം ചോദിക്കുന്നത്, എങ്ങനെയാ ഭാര്യമാരുടെ ശരീരത്തിൽ നിന്നും അവരെ ഒഴിപ്പിച്ചു വിടുന്നത്, അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താണ് ഇതിന് പ്രതിവിധി എന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കും. അന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നും മായ പറയുന്നു. ഇവർ ചോദിച്ച ചോദ്യം എന്ത്, മായ പറയുന്ന ഉത്തരം എന്ത്, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. മായ പറഞ്ഞതുപോലെ തന്നെ ചിത്ര പൗർണമി ദിവസം എത്തി. ഈ ദിവസമായപ്പോൾ 3 ആത്മാക്കൾക്കും ശക്തി കൂടി അവരാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇരുന്നാണ് സീരിയൽ കാണുന്നതും. മാത്രവുമല്ല 3 പേരും 3 ഭർത്താക്കന്മാരെയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അടി കൊണ്ട് അവശനായിരിക്കുകയാണ് ശ്രീനിവാസ്. അടുത്ത ദിവസം ഉറക്കമുണ്ടെന്ന് ശ്രീനിവാസ് ആണെങ്കിൽ ശ്രീവല്ലിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ശ്രീവല്ലിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ എന്നെ ഒഴിവാക്കുന്നത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓ, ഞാൻ ജോലി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രീവല്ലി കരയുന്നു. ശ്രീവല്ലിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാനകത്ത ശ്രീനിവാസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രീവല്ലിയോട് തുറന്നു പറയും. എന്നാൽ ശ്രീവല്ലിയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. ദേ നോക്ക്, ഇത്രയും വെയിറ്റുള്ള കട്ടില് നീ നിന്റെ ഒരു കൈ കൊണ്ടാ നീക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും അവൾ വിശ്വസിക്കില്ല. ഒടുവിൽ ശ്രീനിവാസ് കട്ടിലിന്റെ കാലിന് താഴെയായിട്ട് ടെയിലിന് ചെറിയ സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കുന്നു. ദേ, നീ കട്ടില് പൊക്കിയത് കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അതാ
കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്നും ശ്രീനിവാസ് പറയുന്നു. പക്ഷെ അതൊന്നും ശ്രീവല്ലി വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും 9 മണിയായി. ശ്രീവല്ലിയാണെങ്കിൽ വീണ്ടും വയലറ്റായി. സീരിയൽ കാണുവാനായിട്ടും പോയിരിക്കും. പോകുന്നതിന് മുൻപായിട്ട് കട്ടിൽ ഒരു കൈ കൊണ്ട് തള്ളി മാറ്റിയിട്ടാണ് അവൾ സീരിയൽ കാണുവാനായിട്ട് പോയത്. 9 മണി കഴിഞ്ഞതും അവൾ പഴയ ശ്രീവല്ലിയായി മാറി. ശ്രീവല്ലി നോർമലായ സമയത്ത് ശ്രീനിവാസ് അവളോട് പറയും, ദേ നോക്ക്, നീ കട്ടിൽ ഒരു കൈ കൊണ്ട് തള്ളി മാറ്റിയതാ, അതും ഇപ്പോൾ. ദേ ടേല് കണ്ടോ സ്ക്രാച്ചായി കിടക്കുന്നതെന്നും ശ്രീനിവാസ് പറയുന്നു. അതും കൂടി ആയപ്പോൾ ശ്രീനിവാസ് പറഞ്ഞത് സത്യമാണെന്ന് ശ്രീവല്ലിക്ക് മനസ്സിലായി. ഈ ശ്രീവല്ലിയും ബാക്കി 3 പേരുടെയും ഭാര്യമാരും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഗായത്രിയോടും ഫരിതയോടും ശ്രീവല്ലി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അയ്യോ, നമ്മുടെ ദേഹത്ത് ഇവരുടെയൊക്കെ മുത്തശ്ശിമാരുടെ ആത്മാവാണോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള ഭാര്യമാരും അറിഞ്ഞെന്ന് വെങ്കടേഷിനും ഷാജഹാനും മനസ്സിലായി. അവർ ഉടനെ തന്നെ ശ്രീനിവാസിനെ വഴക്ക് പറയും. നീ എന്തിനാണ് ഇവരോട് പോയി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവരറിയട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ ഫാമിലിയായിട്ട് ചിന്തിച്ച് വേണ്ടേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനെന്നും ശ്രീനിവാസ് പറയുന്നു. അങ്ങനെ ഭാര്യമാരാണെങ്കിൽ ഇതിനെന്താ പരിഹാരം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതേ സമയത്തായിരുന്നു ആ ഒരു സീരിയൽ നായകന്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ടി വിയിൽ കാണിക്കുന്നതും. ആ ഇന്റർവ്യൂയിലേക്ക് ശ്രീവല്ലിയും ഗായത്രിയും ഫരീദയും കൂടി ഫോൺ വിളിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഭാര്യയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അതിന് മറുപടിയായിട്ട് ആ ഒരു ആക്ടർ പറയുന്നത്, ഭാര്യമാരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ ഇട്ടാൽ മാത്രമേ TRP റേറ്റ് കൂടൂ എന്നായിരുന്നു. അത് കേട്ട് 3 പേർക്കും ദേഷ്യം വരും. എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെയുള്ള സീനുകളൊക്കെ നിങ്ങൾ കൊണ്ടുവാ, അതല്ലേ സമൂഹത്തിനും ആവശ്യം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവർ 3 പേരും ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ട് ആ ഒരു ആക്ടറിനും ദേഷ്യം വരുന്നു. അല്ല, ഇത് ഞങ്ങളുടെ സീരിയലാ, എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു ആക്ടർ പറഞ്ഞതും. ഇതെല്ലാം ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണ് തങ്ങളുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്നതെന്ന് അതിലൂടെ അവർക്ക് മനസ്സിലായി. ശ്രീനിവാസ് ഒരു ഐഡിയ പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും നമ്മുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്നത് പോലെ ആ സീരിയൽ നമുക്ക് ആക്കി മാറ്റാം. അതിനൊരു വഴിയുണ്ട്. ഇന്നും 9 മണിയാകുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് തന്നെ ആ ഒരു 9 മണി സമയത്ത് പ്ലേ ചെയ്യാമെന്ന് പറയുന്നു. അല്ല, ഇതെങ്ങനെ നടക്കുമെന്ന് വെങ്കടേഷും ഷാജഹാനും ചോദിക്കുമ്പോൾ ശ്രീനിവാസ് പറയുന്നത്, എടാ, ഞാനൊരു കേബിൾ TV ഓപ്പറേറ്റർ അല്ലേ, എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റാതിരിക്കുമോ? നമുക്കിതെന്തായാലും നോക്കാമെന്നും ശ്രീനിവാസ് പറയുന്നു. അങ്ങനെ ശ്രീനിവാസ് ഒരു ക്യാമറാമാനെയും പിന്നെ കുറച്ച് അഭിനയിക്കുവാനായിട്ടുള്ള ആളുകളെയുമെല്ലാം കണ്ടെത്തി എന്താണോ ഭാര്യമാർ ആഗ്രഹിക്കുന്നത് അതുപോലെ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവിനെയും പോലെ തന്നെ ആ ഒരു സീരിയൽ ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 9 മണിയായ സമയത്ത് ആ ഒരു ചാനലിലൂടെ അവർ പ്ലേ ചെയ്യുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവരും കാണുന്നത് ഇവർ ഷൂട്ട് ചെയ്ത വീഡിയോ തന്നെയായിരുന്നു. അത് കാണുമ്പോൾ മുത്തശ്ശിമാരുടെ ആത്മാവിന്, അല്ല, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സീരിയൽ ഇത് തന്നെയാണോ, അതിൽ അഭിനയിക്കുന്നവരൊന്നും ഇതുപോലെ അല്ലല്ലോ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ വെങ്കടേഷും ശ്രീനിവാസനും പിന്നെ ഷാജഹാനും ഒക്കെ പറയുന്നുണ്ട്, അല്ല, ഇത് തന്നെയാ അഭിനേതാക്കൾ, നിങ്ങൾക്കത് തോന്നുന്നതാ, ഇത് തന്നെയാണ് സീരിയൽ എന്നുമുള്ള കാര്യം മുത്തശ്ശിമാരുടെ ആത്മാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീരിയലിൽ മുത്തശ്ശിമാരുടെ ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ഇല്ലേ, അതിനൊരു ക്ലൈമാക്സ് വേണം. ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ട് ആ ഒരു സീരിയൽ അവസാനിപ്പിക്കുവാനായിട്ടാണ് 3 പേരും ശ്രമിക്കുന്നത്. അങ്ങനെ ക്ലൈമാക്സിന് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ ഏൽപ്പിക്കാം. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എഴുതി തരട്ടെ, നമുക്കത് ക്ലൈമാക്സ് ആക്കാമെന്നും ശ്രീനിവാസ് പറയുന്നു. അങ്ങനെ 3 ഭാര്യമാരുടെയും കയ്യിൽ ആ ഒരു സ്ക്രിപ്റ്റ് ഏൽപ്പിക്കുകയാണ്. അവർക്ക് 3 പേർക്കും തങ്ങളുടെ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം തങ്ങളോട് പെരുമാറേണ്ടത് എന്നുള്ള ആഗ്രഹങ്ങളാണ് അതിൽ എഴുതി കൊടുത്തതും. അതെല്ലാം വെച്ചിട്ട് അവരൊരു ക്ലൈമാക്സ് സെറ്റാക്കുന്നു. അങ്ങനെ ക്ലൈമാക്സ് പ്ലേ ചെയ്യുന്ന ദിവസം എത്തി. എല്ലാ ഭാര്യമാരും ടിവിക്ക് മുന്നിലുണ്ട്. എല്ലാവരും ക്ലൈമാക്സ് കാണുവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം TV ഓണാക്കിയ സമയത്ത് TV ഓണാകുന്നില്ല. എന്തൊക്കെയോ ആണ് കാണിക്കുന്നത്. അത് കാരണം ശ്രീനിവാസിന് വല്ലാത്ത ടെൻഷനാകുന്നു. അയ്യോ, കേബിളിന് എന്തോ പറ്റിയിരിക്കുന്നു. ഇങ്ങനെയായാൽ ക്ലൈമാക്സ് എങ്ങനെയാ ഇവർ കാണുന്നത്, ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാ പരിഹാരം കണ്ടെത്തുന്നത് എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ശ്രീനിവാസ് തന്റെ ഷോപ്പിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കേബിൾ എല്ലാം ആരോ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച രമേശില്ലേ, രമേശ് തന്നെയാണ്. രമേശിന്റെ കടയുടെ ഓപ്പോസിറ്റ് ആണല്ലോ ശ്രീനിവാസിന്റെ കടയുള്ളതും. ഈ രമേശിനെ കച്ചവടം കുറയുന്നത് കാരണം രമേശ് മനഃപൂർവ്വം ചെയ്തതാ. എല്ലാവരും ഒരു സമയത്ത് രമേശിന്റെ കടയിൽ നിന്നും ഡിഷ് എടുത്തിരുന്നു. എന്നാൽ എല്ലാ ദിവസവും 9 മണിക്ക് ഭാര്യമാർക്ക് കാണേണ്ട സീരിയലെല്ലാം എഡിറ്റ് ചെയ്ത് ശ്രീനിവാസിന്റെ കേബിൾ ടിവിയിലൂടെയാണല്ലോ പ്ലേ ചെയ്യുന്നതും.
അത് കാരണം ആ നാട്ടിൽ ഡിഷ് വാങ്ങിയ എല്ലാവരും അത് തിരികെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീണ്ടും കേബിൾ ടിവിയുടെ കണക്ഷൻ എടുക്കുന്നു. അത് കാരണം ദേഷ്യം സഹിക്കാനാകാതെയാണ് രമേശ് അങ്ങനെ ചെയ്തതും. വേറെ വഴിയില്ലാതെ ശ്രീനിവാസ് ആണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ഭർത്താക്കന്മാരോടും പറയും, നിങ്ങളുടെ എല്ലാവരുടെയും ടി വി എടുത്ത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുവാനായി പറഞ്ഞു. അങ്ങനെ എല്ലാവരും ടി വിയും എടുത്ത് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് വീഡിയോ പ്ലേ ചെയ്യുവാനായി ആരംഭിക്കുന്നു. ആ ഒരു സീരിയലിന്റെ സോങ് കേട്ടതും ഉടനെ തന്നെ ഭാര്യമാരെല്ലാവരും ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്നു. എല്ലാവരും ക്ലൈമാക്സ് കാണുകയാണ്. എങ്ങനെയാണോ ഒരു സ്ത്രീ തന്റെ ഭർത്താവ് തന്നോട് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം ഭർത്താവ് എന്നുള്ളതാണ് 3 പേരുടെയും ഭാര്യമാരെ എഴുതി കൊടുത്ത ക്ലൈമാക്സും. അതുപോലെ തന്നെയാണ് സീരിയൽ കാണിക്കുന്നതും. അത് കാണുന്ന സമയത്ത് ശ്രീനിവാസനും വെങ്കടേഷനും ഷാജഹാനും ഇതൊക്കെയാണല്ലോ ഇവർ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ സീരിയലിൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടിയിരിക്കുന്നതും ഭർത്താവ് തന്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കുന്നതുമെല്ലാം കാണിച്ചുകൊണ്ടാണ് ആ ഒരു സീരിയൽ അവസാനിക്കുന്നതും. അതോടുകൂടി സീരിയലിന്റെ ക്ലൈമാക്സും കണ്ട് എല്ലാ മുത്തശ്ശിമാരുടെയും ആത്മാവ് ആ ഗ്രാമത്തിലുള്ള ഭാര്യമാരുടെ ദേഹത്ത് നിന്നെല്ലാം പോയി എല്ലാ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.